നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള തീരുമാനം പിൻവലിക്കുക. പിൻവലിക്കുക. 70 വയസ്സ് വരെ തൊഴിൽ നൽകുക. 70 വയസ്സ് വരെ തൊഴിൽ നൽകുക. സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, തീരുമാനം പിൻവലിക്കുക. തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള തീരുമാനം പിൻവലിക്കുക. തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള തീരുമാനം പിൻവലിക്കുക. തൊഴിൽ നൽകുക. 70 വയസ്സ് വരെ തൊഴിൽ നൽകുക. ആരെയും അട്ടിമറിക്കാനല്ല, ആരെയും അട്ടിമറിക്കാനല്ല. ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ്. മിനിമം വേതനം നടപ്പിലാക്കുക. മിനിമം വേതനം നടപ്പിലാക്കുക. തൊഴിലാളിക്കം സിന്ദാബാദ്, അല്ല ഈ സമരം എന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്ന നിലയ്ക്ക് മലമ്പുഴയുടെ ഗാർഡനെ അല്ലെങ്കിൽ മലമ്പുഴയുടെ പൈതൃകത്തെ അവരുടെ ആരോഗ്യമുള്ള സമയങ്ങളിൽ സംരക്ഷിച്ച് ഈ നിലയ്ക്ക് ഈ മലമ്പുഴ ഡാമിനെ അല്ലെങ്കിൽ ഈ മലമ്പുഴ പാർക്കിനെ ഈ ഗാർഡനെ സംരക്ഷിക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച, എവിടെയും എത്താൻ പറ്റാതെ ഇതിന് വേതനം തന്നെ കുറഞ്ഞ് അവരുടെ ജീവിതം തന്നെ ബലി കഴിപ്പിച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്ത ആളുകളാണ് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ ഇത്രകാലം പണിയെടുത്തിരിക്കുന്നു, ഇപ്പോൾ ഒരു കാരണമില്ലാതെ ഞങ്ങൾ പിരിച്ചുവിടുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വരാൻ പറയുകയും തോന്നുന്ന സമയത്ത് പിരിച്ചുവിടാൻ പറയുകയും ചെയ്യരുത് എന്ന ആവശ്യമാണ് അവർ പറയുന്നത്. സാധാരണ ഈ തൊഴിലാളികൾ എങ്ങനെ പണിയെടുത്തതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. 2 മാസം കൂടുമ്പോൾ ചിലപ്പം ഒരു 10 പണി കിട്ടും, അല്ലെങ്കിൽ 20 പണി കിട്ടും, അല്ലെങ്കിൽ 13 പണി കിട്ടും, അല്ലെങ്കിൽ 10 പണി കിട്ടും. അങ്ങനെ തോന്നുന്ന പോലെ കൊടുക്കും. ഇവർക്ക് വേറൊരു പണിക്ക് പോകാൻ പറ്റില്ല. വേറെ തൊഴിലുറപ്പ് പണിക്ക് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിക്കുമ്പോഴായിരിക്കും ഇവിടെ വിളിക്കുക. അപ്പോൾ ഈ പണിക്കും പോകാൻ പറ്റില്ല, അവിടുത്തെ പണിക്ക് പോകാനും പറ്റില്ല. അപ്പോൾ കിട്ടുന്ന പണി കൊണ്ട് അരപ്പട്ടിണിയായി ഇതുവരെ ജീവിച്ച ആളുകൾക്ക്, അരപ്പട്ടിണിയായി ജീവിച്ച് മക്കളെയും പോറ്റി ജീവിക്കുന്ന ആളുകളെ ഒരു കാരണമില്ലാതെ പിരിച്ചുവിടുമ്പോൾ
കാരണം ഉണ്ടെങ്കിൽ തന്നെ അവർ ഇത്രകാലം ചെയ്ത വേതനത്തിന് അടിസ്ഥാനമായ ഒരു നഷ്ടപരിഹാരത്തോടെ പിരിച്ചുവിടണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 75 വയസ്സ് വരെ അവർക്ക് ജോലി കൊടുക്കണം. ഇത് രണ്ടും അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മരണം വരെ സമരം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെയും അട്ടിമറിക്കാനല്ല. പക്ഷേ ഇവിടുത്തെ സ്ഥലത്തെ MLA അത് കണ്ടില്ല എന്ന് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനിയും കാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരും. തിരഞ്ഞെടുക്കുമ്പോൾ കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് ഈ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അതിന് ലംഘനമാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഈ പാവപ്പെട്ട തൊഴിലാളികളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. ഇവിടുത്തെ ഭരണപക്ഷത്തെ MLA ആയ MLA ഈ കാര്യം നിയമസഭയിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഉന്നയിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതാണ് മലമ്പുഴ ഉദ്യാനത്തിലെ 96 HR തൊഴിലാളികൾ നമ്മുടെ മുമ്പിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ സമരത്തിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ഈ മാസം 24-ാം തീയതി ഒരു നോട്ടീസ് ബോർഡിൽ ഇറിഗേഷൻ്റെ ക്യൂറക്ടർ ഇട്ടിരിക്കുകയാണ്. ഈ 96 പേരും ഈ 31, അതായത് നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന്. അതായത് നിങ്ങൾ 35 വർഷം 40 വർഷം ജോലി ചെയ്ത ഈ ഉദ്യാനത്തിലേക്ക് നിങ്ങൾ ഇനി വരേണ്ടതില്ല, നിങ്ങളുടെ ഈ ജോലി ഇവിടെ കഴിഞ്ഞു, പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. ഈ മാസം 16-ാം തീയതി DTPC കളക്ടറിൻ്റെ അധ്യക്ഷതയിൽ കളക്ടർ ചെയർമാനായിട്ടുള്ള DTPCയുടെ യോഗത്തിലെടുത്ത തീരുമാനം ഇവിടുത്തെ മലമ്പുഴയുടെ MLA A. പ്രഭാകരൻ എന്ന മലമ്പുഴയുടെ MLAയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാനിച്ചിട്ടാണ് ആ ഒരു തീരുമാനം DTPCയിൽ ഉണ്ടായിരിക്കുന്നത്. 10 വർഷത്തോളം ഈ ഉദ്യാനത്തിനു വേണ്ടി വയർപ്പ് ചിന്തിയ തൊഴിലാളികളെയാണ് ഒരു ദിവസം കൊണ്ട് ഇവർ ഈ ഉദ്യാനത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പോകുന്നത്. ശക്തമായ സമരവുമായി INTUC മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതിനായി മുന്നോട്ട് പോകും. ഇത്രയും കാലമായി ഇവർക്ക് PFO ESIO ഒന്നും നടപ്പിലാക്കുന്നില്ല. ഒരു 20 തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ESI PF എന്ന് നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ റൂൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഉദ്യാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DTPCയുടെ മേൽനോട്ടത്തിലുള്ള ഈ സ്ഥാപനത്തിൽ നഗ്നമായിട്ടുള്ള ഒരു ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായാധിക്യമാണ് ഈ തൊഴിലാളികളെ പറഞ്ഞുവിടാനുള്ള ഒരു കാരണം പറയുന്നത്. ഇവർ HR തൊഴിലാളികളാണ്, പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് വരുന്ന തൊഴിലാളികളാണ്. ഇവർക്ക് 70 വയസ്സ് വരെ ജോലി ചെയ്യാനുള്ള എല്ലാ അവകാശവും ഇവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവർ 70 വയസ്സാകാത്ത ഈ ആളുകളെയാണ് ഇപ്പോൾ പിരിച്ചുവിടാനുള്ള MLAയുടെ ഏകപക്ഷീയമായ തീരുമാനമാണ് ഇവിടുത്തെ ഇറിഗേഷനിലെ ചില ഉദ്യോഗസ്ഥരും DTPCയിലെ ചില ഉദ്യോഗസ്ഥരും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആ നടപ്പിലാക്കുന്നതിനെതിരെയാണ് ഇവിടെ സമരം. ഈ സമരം ഏറ്റവും അവസാനം വിജയം കാണുന്നതുവരെ ഇത്ര നേരം ഈ സമരം ഇവിടെ നടന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇറിഗേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമുക്കൊക്കെ അറിയാം ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് DTPCയുടെ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടറാണ്. ഈ കളക്ടർ തൊഴിലാളികളുമായി ചർച്ചയ്ക്ക് എപ്പോഴാണോ തയ്യാറാകുന്നത് ആ സമയം വരെ ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ആ സമയം വരെ ഈ സമരം ഈ ഉദ്യാനത്തിൻ്റെ ഈ പടിയിൽ മരണം വരെ, ഈ തൊഴിലാളികളുടെ മരണം വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരഭടന്മാർക്കും യൂത്ത് കോൺഗ്രസിൻ്റെ അഭിവാദ്യം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ പിരിച്ചുവിടാൻ ഒരു കാരണവും നോട്ടീസ് അയച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ചുമരിലോട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്താ കാട്ടുക? ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. 10-35 കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് 13 പണി 2 മാസത്തിലൊരിക്കലാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പം അതും ഇല്ല പറഞ്ഞ് എഴുതി ഒട്ടിച്ചാൽ ഞങ്ങളത് കാണിക്കുക. ഇതുകൊണ്ട് ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് പണി വേണം. 70 വയസ്സ് വരെ പണി വേണം. എല്ലാം പിരിഞ്ഞു പോകണവർക്ക് അതിനുള്ള പൈസയും വേണം. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ജീവിക്കും? ഇത്രയും കാലം ഞങ്ങൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞത്. വേണം നന്നായി അധ്വാനിക്കുന്ന പണിയാണ് ഞങ്ങൾ. ജോലിയിൽ തീരുമാനമാവുന്ന കളക്ടറേറ്റ് തീരുമാനമല്ലേ, ആ ഒരു മിനിറ്റ്സാണ് അവിടെ തന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല.
പറയൂല. ഞങ്ങളുടെ കൂട്ടി തടസ്സമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പ്രതിഷേധിക്കുകയാണെങ്കിൽ ഈ വരുന്ന പൊതുജനങ്ങൾക്ക്, സന്ദർശകർക്ക് തടസ്സമില്ലാത്ത രീതിയിലാണ് പോവുക. ഇപ്പോൾ തൽക്കാലം ഇതിനൊരു വെയിലബിൾ സെക്ഷൻ ഉണ്ട്. അല്ല കൂടുതൽ ബലം പിടിക്കുന്നത് പിന്നെ അറിയാലോ, നിവൃത്തിയില്ല. എല്ലാ മുഖവിലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് വരണം. അത് നിങ്ങൾ കൊടുക്കാനാണ് വേണം. അതൊക്കെ പരാതി നേരത്തെ എല്ലാം നമ്മളൊരു ഭാഗത്ത് ആക്കരുത് പറയാം. എന്നറിയോ, നമ്മളൊരു ഭാഗത്ത് നമ്മൾ ഈ എല്ലാത്തിനും കറിവേപ്പിലായതുകൊണ്ട് നമ്മളങ്ങനെ ധരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രതിഷേധമാണെന്ന് മാത്രം നമ്മൾ പോലീസിനെ അറിയിച്ചത് ഒരു പ്രതിഷേധം, അത് കഴിഞ്ഞ് പിരിഞ്ഞു. ആ ഒരു ഭാവത്തിലാണ് നമ്മളും കണ്ട ഒരു ഭാഗത്ത് നിന്നിരുന്നത്. അപ്പോൾ ഇനി കൂടുതലാവുകയാണെങ്കിൽ സന്ദർശകർ കൂടി, അത് നമ്മുടെ സംസ്ഥാനമല്ല, അന്യ സംസ്ഥാനത്താണ് കൂടുതൽ ആളുകൾ. അവർക്കൊരു തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ദോഷപ്പേരാവും. കാരണം കേരളത്തിൽ എപ്പോഴും അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. അല്ലെങ്കിൽ ഉണ്ണേട്ട നോക്കി പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഒക്കെ പ്രായമുള്ളവരാണ്, മഴയാണ്, കാര്യങ്ങളാണ്. കാര്യങ്ങൾ എന്തായാലും പ്രതിഷേധ പ്രകടനം നടത്തി എല്ലാവരും അറിഞ്ഞു. ആവശ്യം എന്ന് പറയുന്നത് ചർച്ചയ്ക്ക് ആവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിൽക്കാം. പറഞ്ഞാ കേക്ക് ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3. സേവനത്തിൻ്റെ 27ാം വർഷം.